പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് TV പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു വെൽവിഷറാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നേരെ തിരുവചനത്തിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളെയും ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോഗ്രാമുകൾ ഹാർവസ്റ്റ് TVയിൽ കഴിഞ്ഞ 7ഓളം മാസമായിട്ട് എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് നടക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമുകൾ കാണുകയും മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുകയും ചെയ്താട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കത് യൂട്യൂബിൽ കാണാം. ആ ചാനലിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് നമ്മുടെ പ്രോഗ്രാമുകൾ കാണാം. അതിനെ സബ്സ്ക്രൈബ് ചെയ്താൽ നിരന്തരം നമ്മുടെ പ്രോഗ്രാമുകൾ അതിൽ കാണാൻ ഇടയായിത്തീരും. അതോടൊപ്പം തന്നെ നമുക്ക് സൂം മീറ്റിങ്ങുകളുണ്ട്. ബാക്കി കൂടുതൽ വിവരങ്ങൾ ഒക്കെ അറിയുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് എന്ന ജീവജല നദിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മറ്റ് എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന ജീവജല നദി നമുക്ക് വേണം. നിരന്തരമായിട്ട് നമുക്ക് അവനെ വേണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം, നമ്മുടെ അകത്ത് വന്ന ആളിനെ നമ്മൾ ഇതുവരെയും മൈൻഡ് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. സർവ്വജീവൻ്റെയും ഉറവകൾ കിടക്കുന്നത് നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ആത്മമണ്ഡലത്തിലാണ്. പക്ഷേ അവിടേക്ക് നമ്മുടെ ശ്രദ്ധ പിശാച് എന്ത് ചെയ്യത്തില്ല? തിരിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ശ്രദ്ധ ബാക്കി എല്ലായിടത്തേക്കും തിരിയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിലേക്ക് തിരിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു സോഫ്റ്റ്വെയർ ഒരു ഹാർഡ്വെയറിൻ്റെ അകത്ത്, ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇൻസ്റ്റോൾ ചെയ്യുന്നത് പോലെ, ഒരു എക്യുപ്മെൻറ്റിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്യുന്നത് പോലെ നമ്മുടെ അകത്ത് ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ട സോഫ്റ്റ്വെയറാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇരിക്കുന്നത് നിങ്ങളുടെ അകത്താണ്, നിങ്ങളുടെ ആത്മമണ്ഡലത്തിലാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സർവ്വ പ്രശ്നത്തിൻ്റെയും പരിഹാരം ഇരിക്കുന്നത് പുറത്തല്ല, നിങ്ങളുടെ അകത്താണ്. ഹല്ലേലൂയ. അതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. പിശാചിൻ്റെ തന്ത്രം ഇത്രയേ ഉള്ളൂ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കത്തില്ല. നിങ്ങളുടെ ആത്മമണ്ഡലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കത്തില്ല. നിങ്ങളോട് അവൻ ആവർത്തിച്ച് പറയാൻ പോകുന്ന വാചകങ്ങൾ ഇതാണ്: നീ ഒരു ദുഷ്ടനാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നീ പാപിയാണ്, നീ ദോഷിയാണ്, നീ കൃമിയാണ്. ഇതാണ് നമ്മൾ നമ്മുടെ സഭകളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് തിരിയാത്തത്. ഇതുവരെയും പുതിയ നിയമത്തിൻ്റെ സുവിശേഷം നമ്മൾ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്നത് കേരളക്കരയോടാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മൾ സുവിശേഷമാണോ കേട്ടത് എന്ന് എനിക്ക് സംശയമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ 17-18 വയസ്സുവരെ എൻ്റെ സഭകളിൽ, ഞാൻ പൊക്കൊണ്ടിരുന്ന ഇടങ്ങളിൽ ഞാൻ കേട്ടത് സുവിശേഷമായിരുന്നില്ല എന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനോ ആരെയും വിമർശിക്കാനോ അല്ല, എൻ്റെ ജീവിതത്തെ മാറ്റിയ സത്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ 18 വയസ്സുവരെ ഞാൻ പൊക്കൊണ്ടിരുന്ന ഒരു പാരമ്പര്യമാകുന്ന ഒരു പെന്തിക്കോസ് സഭയിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, നീ ദുഷ്ടനാണ്, നീ പാപിയാണ്, നീ ദോഷിയാണ്, നീ കൃമിയാണ്. ഇതായിരുന്നു ഞാൻ കേട്ട സുവിശേഷം. പക്ഷെ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു, ഇതല്ല സുവിശേഷം, ഇത് നല്ല വർത്തമാനമല്ല.
സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാചകം, നല്ല വർത്തമാനം, ഗുഡ് ന്യൂസ് എന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരെ ഗുഡ് ന്യൂസ് കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ എപ്പിസോഡിലൂടെ എനിക്ക് നിങ്ങളോട് ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. പുതിയ നിയമം നിങ്ങളുടെ ശ്രമമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ജീവിതമാണ്. ഇത് നിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളിപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ, ശ്രമത്തിൻ്റെ, അധ്വാനത്തിൻ്റെ നിയമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വെളിപ്പാടുകൾ തിരിഞ്ഞിട്ടില്ല എങ്കിൽ, വർദ്ധിച്ചിട്ടില്ല എങ്കിൽ, അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും അപ്ഡേറ്റഡ് ആകത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ വന്ന ആത്മാവിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം. ആ ആത്മാവ് ക്രിസ്തു, ക്രൈസ്റ്റ്, ദി അനോയിന്റഡ് വൺ, ഹോളി സ്പിരിറ്റ് ഇൻ യു, ഇൻ മീ. നിങ്ങളൊന്ന് കണ്ടേ, നിങ്ങളെ തന്നെ ഒന്ന് കണ്ടേ. ഹല്ലേലൂയ. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. ഹല്ലേലൂയ. ആ നിങ്ങളെ എന്തിനാണ് നിങ്ങൾ ഇനി പാപി, ദോഷി, കൃമി എന്നൊക്കെ കാണുന്നത്? നിങ്ങൾ ഇതൊന്നും അല്ല, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ ആ മിനിറ്റ് മുതൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് പുതിയ സൃഷ്ടിയാക്കുക. ഹല്ലേലൂയ. ഇത് ശ്രമത്തിൻ്റെ നിയമമല്ല, ഇത് അധ്വാനത്തിൻ്റെ നിയമമല്ല, ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പ്രകടിപ്പിക്കുന്ന നിയമമാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു നിയമമല്ല, ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന നിയമമാണ്. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 28-29 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. മഹത്വത്തിന് പ്രത്യേക ക്രിസ്തു നമ്മളിരിക്കുന്നു. ആമേൻ. എന്നിൽ, എന്നിട്ട് അടുത്ത വാചകം പറയുകയാണ്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാനും പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇതിൽ നമ്മൾ കാണുന്നത് നമ്മൾ പോരാടി അധ്വാനിച്ചു എന്നുള്ള വാക്യം മാത്രമാണ്. പക്ഷെ അത് മാത്രം പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പൗലോസ് പറഞ്ഞത് ഞാൻ പോരാടി തോറ്റെന്നല്ല, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. വേറൊരിടത്ത് പൗലോസ് ഫിലിപ്പിയർ 4 ഇങ്ങനെ പറഞ്ഞു, 4:13 പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, എന്നിൽ അവൻ ബലത്തോടെ വ്യാപരിക്കുന്നു. നമ്മൾ കേട്ട സുവിശേഷം നമ്മുടെ പുറകിൽ എന്തെങ്കിലും വ്യാപാരം ഉണ്ടോ? വ്യാപാരം പൊട്ടട്ടെ, പുറകിലുണ്ട്, മുമ്പിലുണ്ട്, തെക്കുണ്ട്, വടക്കുണ്ട്, വരത്തു പോക്കുണ്ട്, ആ വ്യാപാരമുണ്ട്, ഈ വ്യാപാരമുണ്ട്. പക്ഷേ നമ്മളിൽ ദൈവമിട്ട ഒരു വ്യാപാരത്തെ നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. അവിടെയാണ് ക്രിസ്തീയ ലോകം പരാജയപ്പെട്ടത്. ഇന്ന് ഈ എപ്പിസോഡിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ ഒരിടത്തും അന്വേഷിക്കണ്ട, നിങ്ങളുടെ ഉള്ളിൽ വന്നവനെ നിങ്ങളൊന്ന് അനുവദിച്ചാൽ മതി. അവനിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിയട്ടെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിയട്ടെ, നിങ്ങളുടെ മനുഷ്യനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിയട്ടെ. നിങ്ങൾ പഴയ സൃഷ്ടിയല്ല, നിങ്ങൾ അനീതിയുള്ളവനല്ല, നിങ്ങൾ ദുഷ്ടനല്ല, കൃമിയല്ല, പുഴുവല്ല, പൊടിയല്ല, മണ്ണല്ല. നിങ്ങളുടെ ഉള്ളിൽ അസാധാരണക്കാരൻ വന്ന് വാസം ചെയ്യുകയാണ്. അതിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾക്ക് എപ്പോഴേലും തളർച്ച വരുമ്പോൾ, മുറുകെ പറ്റുന്ന പാപം വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ കഴിവിലേക്കും നിങ്ങളുടെ അധ്വാനത്തിലേക്കും ആണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? എന്നാൽ ഞാൻ പറയാം, നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മോനെ, ഇത് നിന്റെ ജീവിതമല്ല, ഇത് നിന്നിൽ എൻ്റെ ജീവിതമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളുടെ ജീവിതമല്ല, ഇത് നിങ്ങളിൽ എൻ്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ശ്രമം ഒന്ന് അവസാനിപ്പിച്ചേ പ്രിയപ്പെട്ടവരെ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശ്രമം ഒന്ന് അവസാനിപ്പിച്ചേ, നിങ്ങളുടെ വേർപ്പ് ഒന്ന് അവസാനിപ്പിച്ചേ, നിങ്ങളൊരു വിശ്രമത്തിൽ കയറിക്കാട്ടെ. എന്താണ് വിശ്വാസം? കർത്താവിലെ വിശ്വാസത്തിൻ്റെ നിയമം അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിയമം അല്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതൊരു വിശ്രമത്തിൻ്റെ നിയമമാണ്. ഈ ശുശ്രൂഷ, പുതിയ നിയമ ശുശ്രൂഷയുടെ ആരംഭം കർത്താവിൽ വിശ്വസിച്ച് വിശ്രമിക്കുന്നതിലൂടെയാണ്.
വിശ്രമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയോ നിങ്ങളിലാണ്, നിങ്ങളുടെ ജീവനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ വന്നവനെ നിങ്ങൾ കണ്ടിട്ടില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഓ റാബാഷാക്ക, ഇതാണ് പുതിയ നിയമം. ആമേൻ. ന്യായപ്രമാണത്തിൻ്റെ വലിയ ചുമടുകൾ ചുമന്നുകൊണ്ടിരുന്ന ആമേൻ വ്യക്തികളോട് യേശു വിളിച്ചിട്ട് പറയുക, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, നിങ്ങൾ ഇനി അത് ചുമക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. നിങ്ങളുടെ വിശ്രമം ഇന്ന് ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ന്യായപ്രമാണത്തിൻ്റെ ഭാരം പേറി ആമേൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു, അവർ തളർന്നിരിക്കുന്നു, അവർ ഇപ്പോൾ വിലപിക്കുകയാണ്, അവർക്കിത് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ യേശു പറയുകയാണ്, എൻ്റെ ചുമട് ലഘുവാണ്, അത് മൃദുവാണ്, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു നിയമമാണ്. ഈ പരീശന്മാർ പറയുന്നത് പോലെ ഉള്ളൊരു നിയമമല്ല. എൻ്റെ നുകം ലഘു, അത് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ വിയർക്കുകയല്ല, നിങ്ങൾ എന്നിൽ വിശ്രമിച്ച് നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പുതിയ ജീവിതത്തിലേക്ക് എനിക്ക് കയറണം, വിശ്രമ ജീവിതത്തിലേക്ക് എനിക്ക് കയറണം, വിശ്വാസ ജീവിതത്തിലേക്ക് എനിക്ക് കയറണം എന്നാഗ്രഹിക്കുന്നവർ യേശുവേ എന്നുറക്കെ വിളിച്ചാട്ടെ. യേശുവേ എന്നിട്ട് മുകളിലോട്ട് നോക്കി വിളിക്കണ്ട, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി വിളിച്ചാട്ടെ. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മമണ്ഡലത്തെ നിങ്ങൾ കണ്ടിട്ട് വിളിച്ചാട്ടെ. ഹോളി സ്പിരിറ്റ്, യു ആർ സോ പവർഫുള്ളി അറ്റ് വർക്ക് ഇൻ മീ, I am resting in you. Hallelujah. പരിശുദ്ധാത്മാവേ, നീ എന്നിൽ അതിശക്തിയോടെ പ്രവർത്തിക്കുന്നു, ഞാൻ നിന്നിൽ വിശ്രമിക്കുന്നു, ഞാൻ നിന്നിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. വിശ്രമിച്ചാൽ അവൻ വെളിപ്പെടും കേട്ടോ, അവൻ പ്രവർത്തിക്കും കേട്ടോ. നിങ്ങൾ പ്രവർത്തിച്ചാൽ അവൻ വിശ്രമിക്കും, നിങ്ങൾ വിശ്രമിച്ചാൽ അവൻ പ്രവർത്തിക്കും. ഓ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നു, വിശ്രമിക്കുവിൻ. എല്ലാ മേഖലയിലും ഒരു വിശ്രമം ഇന്ന് നിങ്ങളിൽ വെളിപ്പെടണം. Rest of God is a very important criteria in faith. നിങ്ങളുടെ അകത്ത് വിശ്വാസം വ്യാപരിച്ചാൽ നിങ്ങളുടെ അകത്ത് വിശ്രമം വ്യാപരിക്കും. ഓ ഷാറ, എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എങ്ങനെ ഞാൻ ഈ തീച്ചൂളയെ മറികടക്കും എന്നുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിച്ച് കൊടുങ്കാറ്റടിക്കുമ്പോൾ നിങ്ങൾ വിശ്രമിക്കും. ഹല്ലേലൂയ. ഒരു പുത്രനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് വിശ്രമം. മുഴു ലോകവും കടൽ തിരകളാൽ ഇളകി മറിഞ്ഞ് അലറുമ്പോൾ നിങ്ങൾ മാത്രം വിശ്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ പേരാണ് പുത്രൻ. നമ്മളെ പലപ്പോഴും സഭ പഠിപ്പിച്ചത് പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കുവിനെന്നാ. എന്നാൽ ബൈബിൾ നമ്മളോട് പ്രശ്നം വരുമ്പം പ്രാർത്ഥിക്കാനല്ല, അതല്ല ഉയർന്ന തലം. പ്രശ്നം വരുമ്പം പ്രാർത്ഥിക്കേണ്ടെന്നല്ല, അതല്ല ഉയർന്ന തലം. കാരണം പുത്രന്മാർ പ്രശ്നത്തിലല്ല പ്രാർത്ഥിക്കുന്നത്, പ്രശ്നത്തിൽ ഉറങ്ങുക. എൻ്റെ യേശു മാത്രമാണ് പ്രശ്നത്തിൽ ഉറങ്ങിയത്. ഹല്ലേലൂയ. ശിഷ്യന്മാർ അപ്പോൾ പ്രാർത്ഥിച്ചു, യേശുവേ ഞങ്ങൾ നശിച്ചു പോകുന്നേ വിചാരമില്ലയോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു തിരിച്ച് വഴക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഹല്ലേലൂയ, ഒരു പുത്രത്വത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന വിഷയങ്ങളല്ല, ആ ഒരു മണ്ഡലമാണ് മഹത്വത്തിൻ്റെ തലം, ഗ്ലോറിയുടെ തലം. ഹല്ലേലൂയ. പ്രശ്നമെതിരെ വരുമ്പോൾ നീ വിശ്രമിക്കും. ഇന്ന് വിശ്രമിച്ചാൽ ഭയങ്കര റലംസ് നിൻ്റെ അകത്തുനിന്ന് ഓപ്പണാകും. ഞാൻ പ്രവചിച്ചാ പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് വിശ്രമിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ അകത്തു നിന്ന് ഭയങ്കര റലംസ് ഓപ്പണാകും. ഈ വിശ്രമം എന്ന് കേൾക്കുമ്പോൾ മടിയന്മാർ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങുവീൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇതാണ് ഡിവൈൻ റെസ്റ്റ്, പരിശുദ്ധാത്മാവിലുള്ള ഡിവൈൻ റെസ്റ്റ്. ആ പരിശുദ്ധാത്മാവിലുള്ള ഡിവൈൻ റെസ്റ്റ്, ദൈവം 7-ാം ദിവസം വിശ്രമിച്ച അതേ വിശ്രമം, ആ വിശ്രമത്തിലേക്ക് ദൈവം നമ്മളെ എൻട്രി ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത് ഭക്തനും ഭൃത്യനും പറ്റത്തില്ല, പുത്രന്മാർക്ക് അത് പറ്റും. ഓ ഷാറാബാല കാറ്റാസിയ. ഇന്ന് ദൈവം ചില
പുത്രന്മാരെ അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ വിശ്രമത്തിൽ വിശ്രമിക്കുവാൻ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് അതിനായിട്ട് ആഗ്രഹമുണ്ട്? ഓ റാബാഷി കാല റഫാനിയ ടാസിയ. ദൈവത്തിൻ്റെ അസാധാരണമാകുന്ന പവർ എപ്പോഴാണ് മാനിഫെസ്റ്റ് ആകുന്നതെന്ന് അറിയാമോ? നിങ്ങൾ അധികം വിചാരപ്പെടുമ്പോഴല്ല, നിങ്ങൾ വിശ്രമിക്കുമ്പോഴാണ്. നിങ്ങൾ വിശ്രമിച്ചാൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി മാനിഫെസ്റ്റഡ് ആകും. ഓ റാബാ ഷേക്കേ ടാസിയ. ഇന്ന് നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അത്യന്തമാകുന്ന ശക്തി നിങ്ങളിൽ മാനിഫെസ്റ്റഡ് ആകാനായിട്ട് പോവുകയാണ്. ഓ റാബാ ഷാക്കാ ടാസിയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ചില സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളിൽ വന്ന ആത്മമനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. നിങ്ങളിൽ വന്നത് ആമേൻ ഒരു ഭയങ്കര ശക്തിയാണ്. ആ ശക്തി റിലീസ് ആകണമെങ്കിൽ, ഈ അത്യന്ത ശക്തി ഞങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. നിങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളൊന്ന് വിശ്രമിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീടുകളിൽ ഹല്ലേലൂയ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, കറണ്ടിൻ്റെ പ്രവർത്തനം അവസാനിക്കുമ്പോഴാണ് ഇൻവെർട്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിങ്ങൾ ഒന്ന് വിശ്രമിച്ചാൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ചിലപ്പം നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾ അലറി കരഞ്ഞിട്ടുണ്ടാകാം, അലറി വിളിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിശ്വാസത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അലറി കൂവാനല്ല, നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രശ്നം വരുമ്പം പ്രാർത്ഥിക്കാനല്ല. അതൊക്കെ ഏറ്റവും ചെറിയ തലങ്ങളാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിൻ്റെ നടുവിൽ വിശ്രമിക്കണം. വിശ്രമിക്കുമ്പോൾ എൻ്റെ ശക്തി അതിനെ ചെയ്യും എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവരുടെ അകത്തൊരു അസാധാരണമായ വിശ്രമം കടന്നുകൂടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അകത്ത് ഒരു അസാധാരണ വിശ്രമം കടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അസ്വസ്ഥമാക്കുന്ന ശക്തികളുണ്ട്, ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശക്തികളുണ്ട്. അത് ഈ സെക്കൻഡിൽ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികളായിട്ടിരിക്കുന്നവർ നിങ്ങളുടെ അകത്ത് നിന്ന് ആത്മശക്തിയെ റിലീസ് ചെയ്യുവിൻ. നിങ്ങളുടെ അകത്ത് നിന്ന് ആത്മശക്തിയെ റിലീസ് ചെയ്യുവിൻ. നിങ്ങളുടെ അകത്ത് നിന്ന് ആത്മശക്തിയെ റിലീസ് ചെയ്യുവിൻ. നിങ്ങളുടെ അകത്തൊരു ജീവജല നദിയുണ്ട്, ആ നദിയെ ഇപ്പോൾ തുറന്നു വിടുവിൻ. ഹല്ലേലൂയ. അതിൽ നിന്ന് അസാധാരണമാവുന്ന ശക്തി റിലീസാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗങ്ങൾ ഇപ്പോൾ മാറിപ്പോകാൻ പോകുന്നു. നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ ഈ സെക്കൻഡിൽ അത് അഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി കൊണ്ട് ദൈവം ഇപ്പോൾ നിങ്ങളെ നിറച്ചിരിക്കുന്നു. കർത്താവ് ഇവരെ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. തിരുകരത്ത് ഞങ്ങൾ ഇവരെ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും ഇതേ സമയം കാണാം. ആമേൻ. പൗലോസ് അങ്കിളിന് ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് പൗലോസ് അങ്കിളിനോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു തൻ്റെ അവസ്ഥ, തനിക്കിപ്പോൾ എന്താണ് മാറ്റം യേശു കൊടുത്തത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അങ്കിളെ പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ആ രോഗസൗഖ്യം ഉണ്ടായത്? എന്തായിരുന്നു അങ്കിളുടെ വിഷയങ്ങൾ? പറഞ്ഞാട്ടെ. ജാക്സൺ ബ്രദറിന്റെ സൂം മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ വലത്തെ തോള് ഭയങ്കര വേദന, ഒരു 50 കിലോ വെയിറ്റ് ഇരിക്കുന്ന പോലെയാണ് ഞാൻ അനുഭവപ്പെട്ടിരിക്കുന്നത്. അത് വാഹനം ഓടിച്ചാലും വീട്ടിലിരുന്നാലും വെയിറ്റ് പോണ പോലെ ലോഡ് ഇവിടെ തോളത്തിരിക്കുകയാണ്. ഭയങ്കര പ്രയാസം. അപ്പം ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചോളം പറഞ്ഞപ്പോൾ ഞാൻ കൈ വെച്ചു. അപ്പം തന്നെ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ അനുഭവം എനിക്ക്. ആ വേദന പെട്ടെന്ന് തന്നെ അത് പമ്പടന്നു. ഞാൻ പിന്നെ അതിനുശേഷം ഓയിൽമെന്റ് ഒന്നും ഉപയോഗിച്ചില്ല. ഡെയിലി ഓയിൽമെന്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഓയിൽമെന്റ് എല്ലാം ഉപയോഗം നിർത്തി. കർത്താവ് എന്ന് ഞാൻ അത്ഭുതം പ്രവർത്തിക്കണമാണ്. അങ്കിളെ, എത്ര നാളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് ഒരു 5-6 വർഷങ്ങളായിട്ട് എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കില്ല. എപ്പോ നോക്കിയാലും ഈ കഴുത്തിനൊരു ഭാരം, നടക്കുമ്പോൾ വെയിറ്റ് പോണ പോലെ ഒരു അനുഭവമാണ്. വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല, കാർ ഓടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഈ പെയിൻ തോള്. അതാണ് എന്റെ അനുഭവം. പരിപൂർണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലൊരു അനുഭവം ഉണ്ടായോ? അതെ, പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ളവര് കൈ ആ ഭാഗത്തുനിന്ന് വെച്ചോളം പറഞ്ഞു ബ്രദർ. അപ്പൊ ഞാനിങ്ങനെ തോളത്ത് വെച്ചു.
പെട്ടെന്ന് ആ ഒരു അപ്പൊ തന്നെ ആ ബുദ്ധിമുട്ട്, ആ വേദന അപ്പൊ തന്നെ വിട്ടുപോയി എനിക്ക്. അതാണ് എനിക്കുണ്ടായ അനുഭവം. ആമേൻ, 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 ആമേൻ. ആന്റിയുടെ ആസ്മ രോഗത്തെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ആന്റി പറഞ്ഞാട്ടെ, അതിന്റെ മുഴുവൻ അനുഭവങ്ങളും ഒരുമിച്ച് പറഞ്ഞാട്ടെ. യെസ്. ആസ്മ രോഗത്തെ കുറിച്ച് പറയാനുള്ളത്, എനിക്കിപ്പോ 57 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ SLC പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലെ ഒരു റൂമിനകത്ത് വെച്ച് എനിക്ക് പതുക്കെ ശ്വാസം മുട്ടൽ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ 16 വയസ്സിൽ തുടങ്ങിയിട്ട് ഈ 57 വയസ്സ് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയത്. അതായത് ആദ്യ കുറെ കാലങ്ങളിലൊക്കെ ഞാൻ ഗുളികകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അത് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇൻഹീലറിലേക്ക് ഒക്കെ ആൾക്കാർ കടന്നു തുടങ്ങിയത്. അന്ന് തുടങ്ങി കൃത്യം എണ്ണാനൊന്നും പറയല, എങ്കിലും ഒരു മാസത്തില് ഒരു ഇൻഹീലർ എങ്കിലും വെച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ചില ദിവസങ്ങളിൽ ഒന്നായിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും. അതില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. കാരണം എൻ്റെ വീടിന്റെ ഓരോ മുറിയിലും, അതുപോലെ ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ ബാഗുകളിലെല്ലാം ഞാനത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിൽ പോയി ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് പോലും ശ്വാസം മുട്ടി വീണു പോകുന്ന അവസ്ഥയിലാണ് എൻ്റെ ജീവിതം. ഒരു 10 കാഴ്ചയോടെ ഒന്നും നടക്കാനോ ഒരു കയറ്റം കയറാനോ എനിക്ക് പറ്റിയല്ല. ആ തരത്തില് 41 വർഷം ഈ ശ്വാസം മുട്ടലുമായിട്ട് ഞാൻ നടക്കുന്ന വ്യക്തിയാണ്. അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന്, അതിപ്പോ ഓരോ ഘട്ടം കഴിയുന്തോറും ഇതിന്റെ അളവ് കൂടിക്കൂടിയാ വരുന്നത്. അപ്പൊ എന്നും ഞാൻ ഭയപ്പെട്ടാ ജീവിച്ച്, ഇതിങ്ങി ഈ മരുന്നെല്ലാം നിന്നു പോകും, ശ്വാസം മുട്ടി മരിക്കുകയുള്ളല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പല അനുഭവങ്ങളിൽ കൂടെ പല സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ദൈവദാസന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും സൗഖ്യം കിട്ടിയിട്ടില്ല. പക്ഷെ എങ്കിലും ഈ ജാക്സൺ ബ്രദറിന്റെ ഈ സൂം മീറ്റിങ്ങിനകത്ത് കയറിയ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നിപ്പോ 8ാമത്തെ ദിവസമാണ്, അതോ 7ആണോന്ന് കൃത്യമായിട്ടില്ല, കാരണം തലേ ദിവസം ഞാൻ മരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 7 ആണോ 8 ആണോ ഈ ദിവസമായിട്ട് ഇത്രയും ദിവസത്തിനകം ഞാൻ ഒരു പ്രാവശ്യം പോലും ആ മരുന്ന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു അനുഭവം ആന്റി പറയുന്നത് 41 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഡെയിലി 1ൽ കൂടുതൽ തവണ മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ആന്റി. അല്ലെങ്കിൽ ആന്റിക്ക് ശ്വാസം മുട്ടുമെന്നാണ് പറഞ്ഞത്, അല്ലേ ആന്റി? അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഡെയിലി അതായത് 1 കൂടുതൽ കളക്ട് ചെയ്ത് വെച്ചേക്കണത് ഒന്ന് കാണിക്കണമെങ്കിൽ ഞാൻ കാണിക്കാം. അത് കാണണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും. ആണോ? എന്നാ ഒന്ന് കാണിച്ചാട്ടെ. ആന്റി എടുത്തോണ്ടോ. ഇത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് താൻ വെച്ചിരിക്കുകയാണ്. എന്തോ ഇൻഹേലർ അല്ലേ ആന്റി? ഇൻഹേലറാ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന മരുന്നുകളാ എനിക്ക് വലിക്കാൻ വേണ്ടി. ആന്റി ഇൻഹേലർ ഓരോ റൂമിലും, അല്ലേ? അങ്ങനല്ലേ ആന്റി? ഓരോ റൂമിലും സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് തലേണയുടെ അടിയില് കിടക്കുന്ന സമയത്ത് തലേണയുടെ അടിയില് ഇൻഹേലർ കാണും, അല്ലാതെ ഉറങ്ങാറില്ല. കാരണം പെട്ടെന്ന് ആന്റിക്ക് ശ്വാസം മുട്ടുവാണെങ്കിൽ ഏത് റൂമിൽ വെച്ചാണോ ശ്വാസം മുട്ടുന്നത്, അപ്പൊ പെട്ടെന്ന് എടുത്ത് വലിക്കാൻ വേണ്ടി എല്ലാ റൂമിലും ഇൻഹേലർ നിറച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ റൂമിലും ദൂതന്മാരും ഗോൾഡ് ഡസ്റ്റുമാണ്. ഹല്ലേലൂയ. ഇതാണ് മഹത്വത്തിന്റെ തലം. ഓ റാബാ ഷേഖേ റെഫിനിയാറ്റസിയ. പറഞ്ഞോട്ടെ ആന്റി. അതുപോലെ എൻ്റെ ബാഗിനകത്ത് അഥവാ പുറത്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ മറന്നു പോയാല് വഴിയിൽ വെച്ച് ശ്വാസം മുട്ടിയാലോ എന്ന് ഓർത്ത് അത് കരുതി വെച്ചേക്കും. അതുപോലെ എൻ്റെ സ്കൂട്ടറിനകത്ത് ഒരു ഇൻഹേലർ എപ്പോഴും ഇട്ടേക്കും. അങ്ങനെയാ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ ഒരു ദിവസം ഇന്നെന്താ മരുന്ന് വലിച്ചില്ലല്ലോ, ഇന്നലെ രാത്രി ഓർത്തു. പിറ്റേ ദിവസം രാവിലെ ഇല്ല, ഉച്ചയായിട്ടില്ല, വൈകിട്ടില്ല. അങ്ങനെ ഇന്ന് 8ാമത്തെ ദിവസം. ഇതുവരെ പിന്നെ ഞാൻ ആ സാധനം തൊട്ടിട്ടില്ല. എന്റെ പേര് ലീന അൽഫോൻസ്, ഫ്രം കഴക്കൂട്ട. ഓക്കെ, ട്രിവാൻഡ്രത്തുള്ള കഴക്കൂട്ടത്തു നിന്നാണ് ആന്റി വരുന്നത്. ആന്റി അന്നത്തെ മീറ്റിംഗിൽ വന്നത് ട്രിവാൻഡ്രത്തെ ഗ്ലോറി കോൺഫറൻസിലല്ലേ ആന്റി വന്നത്? ഓക്കെ. നമ്മുടെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൂടെയാണല്ലേ ആദ്യമായിട്ട് നമ്മളുമായിട്ട് കണക്ട് ആകുന്നത്, അതോ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയാണോ ആദ്യമായിട്ട് കണക്ട് ആയത്? എല്ലാ മെസ്സേജും കേട്ടുകൊണ്ടിരുന്നു.
ഓക്കെ, യൂട്യൂബിലൂടെ ആൻറ്റി നമ്മുടെ മെസ്സേജുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആൻറ്റിയാണ്. അപ്പോൾ നമ്മുടെ പരസ്യം കാണുകയും ട്രിവാൻഡ്രത്തുള്ള ഗ്ലോറി കോൺഫറൻസിൽ 2 ദിവസവും പങ്കെടുക്കുകയും ചെയ്തു. ആൻറ്റി അതിൽ ഒരു ഹീലിംഗിന്റെ ടെസ്റ്റിമണി ആൻറ്റിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ അവസരം തരികയാണ്. പറഞ്ഞാട്ടെ, ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ആ സമയത്തെ ശുശ്രൂഷകളെ കുറിച്ച് ഒന്ന് പറഞ്ഞാട്ടെ. ശരീരത്തിൽ എനിക്ക് 1.5 വർഷം കൊണ്ട് BP കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഹൈ BP ആയിരുന്നു. രാവിലെയും രാത്രിയും മെഡിസിൻ എടുക്കുമായിരുന്നു. അപ്പം മെഡിസിൻ എടുത്തിട്ട് വളരെ വ്യത്യാസമൊന്നും കണ്ടില്ല. അന്ന് രാവിലെ ഞാൻ മീറ്റിങ്ങിന് വന്നപ്പോൾ മെഡിസിൻ എടുക്കാൻ മറന്നുപോയി. പക്ഷെ ആ ഹീലിംഗ് സെഷനിൽ ദൈവം എന്നെ ടച്ച് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. 2 ദിവസം വീട്ടിൽ വന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ തോതിൽ BP ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 ദിവസം നോക്കിയപ്പം BP നോർമലായി തന്നെ പോകുന്നു. ഞാൻ മെഡിസിൻ എടുക്കുന്നില്ല. അതൊരു വലിയ സാക്ഷ്യം. ആന്റിയുടെ BP-യുടെ അളവ്, ആ നമ്പേഴ്സ് ഒന്ന് പറയാമോ? ആദ്യം എത്രയായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ശേഷം എത്രയായെന്നും കൂടെ പറയണം. പറഞ്ഞാട്ടെ. ആദ്യം എനിക്ക് 210, 110 ആയിരുന്നു. ആദ്യം 210, 110 ആയിരുന്നു ആന്റിയുടെ BP. അതിൽ നേരത്തെ പറഞ്ഞ ചില അനുഭവങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഡോക്ടറിന്റെ അടുക്ക പോകുമ്പോഴൊക്കെ ഉള്ള അനുഭവങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോ എനിക്ക് എപ്പോഴും കൂടി നിൽക്കും. മരുന്ന് കഴിച്ചാലും 180, 90, 100 ഒക്കെ വരും. മരുന്ന് കഴിച്ചാലും വരും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിനേക്കാളും കൂടിയ ഡോസ് എടുക്കണം. എനിക്കപ്പോ ഒരു ഡൗട്ടായി. ഞാൻ കാർഡിയോളജിയെ കണ്ടു. അപ്പം കാർഡിയോളജി ഇത് തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്കിത് ഡീമൺസിന്റെ ഒരു വിഷയമായിട്ട് തോന്നി. ഡീമൺസിന്റെ അറ്റാക്ക് ആയിരിക്കുമെന്ന് തോന്നി. എന്നാ പ്രേയറിന് വന്നപ്പോഴത്തേക്ക് മെഡിസിൻ എടുക്കാതെ വന്നെങ്കിലും അന്ന് ദൈവം എന്നെ ടച്ച് ചെയ്തു. എനിക്ക് നല്ല വ്യക്തമായി പിന്നെ മനസ്സിലായി. ഓക്കെ, അന്ന് നമുക്കൊരു ഹീലിംഗ് മൂവ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 5 6 പേര് സൗഖ്യമായത് ഡയറക്റ്റ് കേട്ടു. ഒപ്പം ആന്റിയെയും അത് സ്പർശിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു. പക്ഷെ ആന്റിക്ക് അത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു BP-യുടെ. അതുകൊണ്ട് ആന്റി പറഞ്ഞു പിന്നീട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആന്റിയുടെ BP എത്രയിലേക്ക്, 210 എത്രയിലോട്ട് കുറഞ്ഞു? 130/80 എന്ന് പറഞ്ഞാൽ നോർമൽ BP അല്ലേ? നോർമൽ BP അല്ലേ? അതെ. ആന്റിയുടെ പ്രായത്തിൽ നോർമൽ BP-യിലേക്ക് 210 നിന്ന്, ശരിയാണോ? അതെ. 210 നിന്ന് 130/80 മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ 2 ദിവസമായിട്ട് ആന്റി അത് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നാണ് എന്നോട് പറഞ്ഞത്. 2 ദിവസമായിട്ടും അങ്ങനെ ഒരു അതേ നോർമൽ സ്റ്റേറ്റിൽ തുടരുകയാണ്. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് BP-യിൽ നിന്ന് ആന്റിയെ വിടുവിച്ചിരിക്കുകയാണ്. ആ സാക്ഷ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലീന ആന്റിയുടെ സാക്ഷ്യം ഞങ്ങൾ കേട്ടു. ഒപ്പം തന്നെ ഞങ്ങളെ ഇപ്പോൾ ഈ ടെസ്റ്റിമണി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ കൃപയും സൗഖ്യത്തിന്റെ കരവും ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ റിലീസ് ദ സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്. സൗഖ്യത്തിന്റെ ആത്മാവിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഞാൻ റിലീസ് ചെയ്യുന്നു. സ്പിരിറ്റ് ഓഫ് അസെൻഷനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഡയബറ്റിക്സ് മാറിപ്പോട്ടെ, ക്യാൻസർ മാറിപ്പോട്ടെ, ലിവർ സിറോസിസ് മാറിപ്പോട്ടെ, പാൻക്രിയാസിന്റെ ട്രബിൾ മാറിപ്പോകട്ടെ, ഡയബറ്റിക്സ് മാറിപ്പോകട്ടെ, പാരമ്പര്യമായി വന്നിരിക്കുന്ന ഡയബറ്റിക്സ് മാറിപ്പോകട്ടെ. അതോടൊപ്പം തന്നെ BP നോർമൽ ആകട്ടെ, ഷുഗർ നോർമൽ ആകട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹെവൻലി ക്ലൈമറ്റ് ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലീന ആന്റിയും ബ്ലസ് ചെയ്യുന്നു. ആന്റിയുടെ മേൽ വന്ന അത്ഭുതം നിലനിൽക്കട്ടെ. ആ ക്ലൈമറ്റ് ഓഫ് ഗ്ലോറി നിലനിൽക്കട്ടെ. സ്പിരിറ്റ് ഓഫ് അസെൻഷൻ മോർ ആക്ടിവേറ്റ് ആകട്ടെ. തിരുകാരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.